അതിനിടയിൽ വരുന്നൊരു വാർത്ത ഈ വിമാനത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നുള്ളതാണ് വാർത്ത. അത് ഏറ്റവും നിർണായകമാണ്. ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മെക്കാനിക്കൽ ഫെയിലുവർ ആണോ, അതല്ല ശ്രീ മാക്സി സാറൊക്കെ പറഞ്ഞതുപോലെ ഈ പറയുന്ന എഞ്ചിൻ തകരാറാണോ, അതോ ഏതെങ്കിലും പക്ഷികൾ ബേർഡ് സ്ട്രൈക്ക് ആണോ, അല്ലെങ്കിൽ ഓൺ ബോർഡ് ഫയർ എന്തെങ്കിലും ഹ്യൂമൻ എറർ ആണോ, എന്താണ് മെയ്ഡേ കോൾ, അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ശാസ്ത്രീയമായി തന്നെ അറിയാൻ കഴിയുന്ന സംവിധാനമാണ് ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ്. അത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ അപകടം എങ്ങനെ ഉണ്ടായെന്ന് എന്നതിലേക്ക് നയിക്കുന്ന, അതിലേക്ക് വെളിച്ചം വീഴ്ച നിർണായകമായ ഒരു കണ്ടെത്തലാണ് ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോമേറ്റഡ് വാർണിംഗുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ റിക്കവറി ഇത് സർവൈവ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്, അത് പരാജയപ്പെട്ടുവെങ്കിൽ അത് പരാജയപ്പെട്ടത് എങ്ങനെയാണ്, ടേക്ക് ഓഫ് സമയത്ത് എന്തെങ്കിലും ക്രിട്ടിക്കൽ മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ടോ തുടങ്ങിയ സകല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ബ്ലാക്ക് ബോക്സ്. അത് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ശ്രീ ക്യാപ്റ്റൻ പ്രസന്നകുമാർ, ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ കയ്യിലുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷന്റെ ഒരു ചങ്ക് നമ്മുടെ കയ്യിലുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം, ശ്രീ പ്രസന്നകുമാർ? തീർച്ചയായിട്ടും. ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ട്, എയർഫോഴ്സിലുള്ള ജോലിയുടെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് ഞാൻ വ്യോമസേനയിലായിരുന്നു. പലപ്പോഴും ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷന്റെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ പാർലൻസിൽ പറയുമെങ്കിലും രണ്ട് കോമ്പണൻസ് ആണ് അതിലുള്ളത്. ഒന്ന് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന് പറയും, രണ്ടാമത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും പലപ്പോഴും പൈലറ്റ്സിന്റെയും സർവൈവേഴ്സിന്റെയും സ്റ്റേറ്റ്മെന്റിനുപരി പലപ്പോഴും വസ്തുതകൾ നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വരുന്നത് പലപ്പോഴും ഈ രണ്ട് റെക്കോർഡേഴ്സുമാണ്. ചില വിമാനങ്ങളിൽ ഇതിനുപരി വേറെ ഓക്സിലറി റെക്കോർഡേഴ്സ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള നമ്മൾ ആദ്യം ഇത് രണ്ടും കൂടെ ഒരു ടൈം ബേസിൽ കോർഡിനേറ്റ് ചെയ്യും. അതായത് ഏത് സമയം ഏത് ആക്ഷൻ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ റെക്കോർഡ് ആകുന്ന സമയത്ത് എന്താണ് കോക്പിറ്റ് വോയിസിൽ എന്താണ് അതിന് സമാന്തരമായിട്ട് വന്നിരിക്കുന്നത്, ഇത് രണ്ടും കൂടെ ഇതിന്റെ ടൈം ബേസ് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോ വളരെ അഡ്വാൻസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് പാരാമീറ്റേഴ്സ് സാധാരണ വിമാനങ്ങളിലൊക്കെ 256 500 പാരാമീറ്റേഴ്സ് ഒക്കെ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇതിന്റെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് ഫീഡ് ചെയ്തിരിക്കുമ്പോൾ വിമാനത്തിന് എന്താണ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കുന്നത്, അതിന്റെ ഫ്ലൈറ്റ് പാത്ത് എങ്ങനെയായിരുന്നെന്ന് കറക്റ്റായിട്ട് കാണിക്കും. വിമാനത്തിന്റെ 3D ഇമേജിൽ അറിയാൻ പറ്റും. ഇൻസ്ട്രുമെന്റ്സ് എന്താണ് റീഡ് ചെയ്തതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റും. അതും പൈലറ്റ്സിന്റെ കോക്പിറ്റിലുള്ള പ്രതികരണം ബൈ വേ ഓഫ് വോയിസ്, അതും രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 99% നമുക്ക് ഒരു തിട്ടം വരും. പിന്നെ സബ്സിക്വന്റ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിൽ അതിനുള്ള കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ്, ബാക്കിയുള്ള ഫൈൻ ഡീറ്റെയിൽസ് എല്ലാം വെളിയിൽ വരും. പൊതുവായിട്ടുള്ള, അതായത് കാരണം അത് ഈ വിമാനം എഞ്ചിൻ ഫെയിലിയർ കൊണ്ടാണോ ക്രാഷ് ചെയ്തത്, എഞ്ചിൻ ഫെയിലിയർ കപ്പിൾ വിത്ത് പൈലറ്റ് ഇൻകറക്റ്റ് ആക്ഷൻ അതാണോ ഇതിന് കാരണമായ, അതോ വെറും പൈലറ്റ്സ് ഇൻകറക്റ്റ് ആക്ഷൻ. ഈ പൈലറ്റ്സ് ഇൻകറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ അഗെയിൻ ഐ ഡോണ്ട് വോണ്ട് ടു ബി ക്രൂവൽ, പക്ഷേ ഈ ഗ്രെയിനി വീഡിയോയിൽ കൂടെ പല എക്സ്പേർട്സും ഫ്ലാപ്പിന്റെ പൊസിഷനെ പറ്റി പറഞ്ഞിരുന്നു. ജസ്റ്റ് എ പോസിബിലിറ്റി. നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും, ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ 1-2 കൊല്ലത്തിനകം നടന്ന നേപ്പാളിൽ നടന്നിരുന്ന കാഠ്മണ്ഡു എയർപോർട്ടിൽ നടന്നിരുന്ന ഒരു ATR എന്ന് പറഞ്ഞൊരു വിമാനത്തിന്റെ ഒരു ആക്സിഡന്റ്. ഫൈനൽ അപ്രോച്ചിൽ വിമാനം സ്റ്റോൾ ചെയ്യുകയായിരുന്നു ചെയ്തത്. അതിന് കാരണം എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തില് ഫ്ലാപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം, ഫൈനൽ അപ്രോച്ചിൽ ഫ്ലാപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം പൈലറ്റ് ഇൻകറക്റ്റ് ആയിട്ട് ബൈ മിസ്റ്റേക്ക്, ഇന്റൻഷണൽ ആയിരുന്നില്ല, ബൈ മിസ്റ്റേക്ക്, അയാൾ ഒരു ഹ്യൂമൻ ബീങ് ആണ്, എഞ്ചിന് ഫെദറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ആ രണ്ട് ബട്ടൺസും ഓപ്പറേറ്റ് ചെയ്യേണ്ട ബട്ടൺസ് വളരെ അടുത്ത് ആയിരുന്നു സ്ഥിതി ചെയ്യുന്നത്, ലൊക്കേറ്റഡ് ആയിരുന്നു കോക്പിറ്റിൽ. അത് ബൈ മിസ്റ്റേക്ക് രണ്ട് എഞ്ചിനും ഷട്ട് ഡൗൺ ചെയ്യുകയായിരുന്നു ചെയ്തത്, ഫെദറിംഗ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ വിമാനം സ്റ്റോൾ ചെയ്ത് റൺവേയിൽ എത്തുന്നതിന് മുമ്പ് ടെറൈനിൽ ക്രാഷ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതുമാതിരി ജസ്റ്റ് എ പോസിബിലിറ്റി. പലപ്പോഴും നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരു എക്സ്പെക്ടൻസി ഉണ്ട്. ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ലാൻഡിംഗ് ഗിയർ റേസിംഗ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ആക്ഷന് പകരം ജസ്റ്റ് എ പോസിബിലിറ്റി, ഈ ഡബിൾ എഞ്ചിൻ ഫെയിലിയർ എന്ന് പറഞ്ഞതുപോലെ
നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമുള്ള ഒരു പോസിബിലിറ്റി പറയുകയാണ്. ഐ ഷുഡന്റ് സൗണ്ട് ഇൻസെൻസിറ്റീവ്. പക്ഷേ അതിന് ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നതിന് പകരം 2 എഞ്ചിനും വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഫ്ലാപ്സ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റൊട്ടേറ്റ് ചെയ്ത് സേഫ് സ്പീഡ് എത്തുന്നതിന് മുമ്പ് ഫ്ലാപ്പ് ഉയർത്താൻ ഒരു സേഫ് സ്പീഡ് വേണം. ഫ്ലാപ്പ് അറിയാതെ ലാൻഡിംഗ് ഗിയറിന് പകരം പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ബോയിങ്ങിൽ ഈ പറഞ്ഞ 2 ലിവറും ദൂരെയാണ് എന്ന് പറയുന്നവരും ഉണ്ട് സാർ. എന്തായാലും എന്റെ സമയം ക്ഷമിക്കണം. എന്തായാലും അതിന്റെ പരിശോധന അന്വേഷണം നടക്കട്ടെ. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നത് നിർണായകമാണ്. ബ്ലാക്ക് ബോക്സ് സെക്കൻഡ് ബൈ സെക്കൻഡ് ഈ പറയുന്ന രീതിയിൽ ആ ഇവന്റ്സിന്റെ റീകൺസ്ട്രക്ഷൻ നടത്താൻ അന്വേഷിക്കുന്നതിനെ സഹായിക്കുന്ന ഒന്നാണ്. കൃത്യമായ വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഒരിക്കൽ കൂടി 242 പേർ ഓൺബോർഡ് ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ട ഒരാൾക്ക് അഭിവാദ്യങ്ങൾ, 241 പേർക്ക് ആദരാഞ്ജലികൾ.